രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുകയാണ് കടകംപള്ളി സുരേന്ദ്രന്റെയും സ്വപ്ന സുരേഷും ബന്ധപ്പെട്ട വിവാദങ്ങൾ. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട പുതിയ പരാതിയും സ്വപ്ന സുരേഷിന്റെ പഴയ ആരോപണങ്ങളും വീണ്ടും ഉയർന്നതോടെയാണ് വിഷയം രാഷ്ട്രീയമായി ചൂടുപിടിച്ചത്. ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പുതിയ പരാതിയാണ് വിവാദത്തിന് തുടക്കമായത്. തന്റെ ഭൂമി ഇടപാട് തട്ടിപ്പ് കേസ് ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും അതിനു പിന്നിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജ പരാതി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെ കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായി നിഷേധിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്റെ പേരിനെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമമാണിതെന്നും തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് വലിയ വിവാദങ്ങൾക്ക് കാരണമായ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളും വീണ്ടും ചർച്ചയാകുകയാണ്. മുൻപ് സ്വപ്ന സുരേഷ് ചില CPM നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ പെരുമാറ്റത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. അസഭ്യ സന്ദേശങ്ങൾ അയച്ചുവെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും ഫോണിലൂടെ അനൗചിത്യമായ രീതിയിൽ സംസാരിച്ചുവെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. എന്നാൽ അന്നും ഇപ്പോഴും ഈ ആരോപണങ്ങളെ കടകംപള്ളി സുരേന്ദ്രൻ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാജ ആരോപണങ്ങളാണിതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പുതിയ പരാതിയും പഴയ ആരോപണങ്ങളും ചേർന്ന് വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് വിഷയം. അന്വേഷണ നടപടികളും രാഷ്ട്രീയ പ്രതികരണങ്ങളും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ വിവരണങ്ങൾ പുറത്തു വരാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ.